മോഹൻലാലിൻ്റെ കരിയറിൽ ഒരു പ്രത്യേക ഫാൻ ബേസുള്ള കഥാപാത്രമാണ് 1998 പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറം. മോഹൻലാലിനെ സംവിധായകൻ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടാൻ അനുവദിച്ച ചിത്രം കൂടിയായിരുന്നു അത്. ഇപ്പോൾ ആ സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകനായ കമൽ. കൗമുദി മൂവീസിലെ സിനിമയിലെ കഥ എന്ന പരിപാടിയിലാണ് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തെക്കുറിച്ചും അതിലെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും സംസാരിച്ചത്. സാഗർ കോട്ടപ്പുറം എന്ന കഥാപാത്രത്തെക്കുറിച്ച് മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ എത്രത്തോളം അലമ്പായി പെർഫോം ചെയ്യാമോ അത്രയും അലമ്പായിക്കോ എന്നാണ് നിർദ്ദേശിച്ചതെന്ന് കമൽ പറഞ്ഞു. മോഹൻലാൽ അതിനനുസരിച്ച് അലമ്പായെന്നും എന്നാൽ മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് ആ പെർഫോമൻസ് ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും കമൽ പറഞ്ഞു. പിന്നീട് ചിത്രത്തിൻ്റെ റഷസ് കണ്ട ശേഷമാണ് ലാൽ എത്ര ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് മനസ്സിലായതെന്നും പിന്നീട് ആ മീറ്ററിൽ തന്നെ സാഗർ കോട്ടപ്പുറം എന്ന കഥാപാത്രമായി ലാൽ പെർഫോം ചെയ്തെന്നും കമൽ കൂട്ടിച്ചേർത്തു. റഷസ് കാണുന്നതിന് മുമ്പ് പെർഫോമൻസ് ഓക്കെ അല്ല എന്ന് ലാലിനോട് പറയാത്തത് നന്നായെന്നും കമൽ പറഞ്ഞു. സാഗർ കോട്ടപ്പുറം എന്ന ക്യാരക്ടറിനെ കുറിച്ച് ലാലിനോട് സംസാരിച്ച സമയത്ത് എത്രത്തോളം അലമ്പാകാമോ അത്രയും അലമ്പാകാനാണ് പറഞ്ഞത്. ലാൽ അതുപോലെ കേട്ടു. വഴി ചോദിക്കുന്ന സീനിലെല്ലാം ഗേറ്റിലൊക്കെ ചവിട്ടി ബഹളം വച്ചാണ് പെർഫോം ചെയ്യുന്നത്. അന്ന് മോണിറ്റർ ഒന്നുമില്ലായിരുന്നു. ഷോട്ട് കഴിഞ്ഞ് ലാൽ എന്നോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കും പറ്റാത്ത അവസ്ഥയായി. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ ലാലിനോട് പറഞ്ഞു. പിന്നീട് ഷൂട്ട് ചെയ്ത ഫിലിം പ്രോസസ് ചെയ്ത് റഷസ് കണ്ടു. അതേ മീറ്റർ പിടിച്ചാൽ മതിയെന്ന് റഷസ് കണ്ട ശേഷം ഞാൻ ലാലിനോട് പറഞ്ഞു. ഒരുപക്ഷെ ആദ്യമേ ഓക്കെ അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലാലിൻ്റെ ഇത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കിട്ടില്ലായിരുന്നു, കമൽ പറഞ്ഞു.